2018 പ്രളയം കൂടാതെ കേരളത്തിലുണ്ടായ മറ്റൊരു ദുരന്തമായിരുന്നു നീലി 2018. അത് നമ്മളെ പഴയ കളിയും കണ്ട് നീലിയെ ന്യൂജൻ വേൾഡിൽ കൊണ്ടുവന്ന് അവരാധിച്ചു പോയ ഒരു പടം. എല്ലാവരെയും പേടിപ്പിച്ച് തൂറിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ സിനിമ പേടിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്റർവെല്ല് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും കൂട്ടത്തോടെ വീട്ടിലേക്ക് ഓടിപ്പിക്കുകയും ചെയ്തു. അതിപ്പോ ഓരോരോ ആചാരമാകുമ്പോൾ അങ്ങനെയാണല്ലോ. ഈ കറണ്ടിനോടും ബൾബിനോടുമാണ് പ്രേതങ്ങൾക്ക് പണ്ട് തൊട്ടേ ദേഷ്യം. അപ്പൊ ഈ സിനിമയിൽ അങ്ങനെ തന്നെയാണ്. പ്രേതം വരുമ്പോൾ കറണ്ട് പോവും, ലൈറ്റ് ഓഫ് ആയി കളിക്കും. അടുത്തതായി ഈ സിനിമയിൽ 2 കള്ളന്മാരുണ്ട്. എന്റെ പൊന്നോ, ഇത്രയ്ക്ക് സത്യസന്ധമാരായ കള്ളന്മാർ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കക്കാൻ പോയ വീട്ടിലെ കട്ട മുതൽ തിരിച്ചു കൊടുക്കുക, അവിടുത്തെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അലമ്പാക്കി തിരിച്ചു വരിക, ഇങ്ങനെയുള്ള ഓരോരോ ഹോബിയാണ് ഈ കള്ളന്മാർക്ക്. അടുത്തതായി ഈ സിനിമയിലെ ഏറ്റവും വലിയ അപരാധം, ഒരു ക്യാമറമാന്റെ വേഷമിടുന്ന ഈ ചങ്ങായിയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ അപരാധം. ഇവനെ കാണുമ്പോ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ കഥയിലേക്ക് വരിക. നമ്മളെ മമത മോഹൻദാസ് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. സംസാര വൈകല്യമുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഓ കേട്ടാൽ അറിയപ്പെടാം ഓ ആവാൻ പോവുകയാണെന്ന്. മമത മോഹൻദാസിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. പണ്ടൊരു ക്രിസ്ത്യാനി ചെക്കന്റെ കൂടെ ഒളിച്ചോടി കല്യാണം കഴിച്ച മമത മോഹൻദാസിനെ കല്യാണത്തിന് ശേഷം ചെക്കൻ തേച്ചിട്ട് പോയി. അങ്ങനെ മൂഞ്ചി തെറ്റി കുത്തിരിക്കുമ്പോഴാണ് ചെക്കന്റെ ഏട്ടൻ വന്നിട്ട് മമതയുടെ കാലിൽ പിടിക്കുന്നത്. ചെക്കന് കിഡ്നി ഡിസീസാണ്. അപ്പം കിഡ്നി വേറെ വെക്കാൻ വേറെ ആരുമില്ല, ഡോണറായിട്ട് മമത തന്നെ വേണമെന്ന്. അപ്പൊ ഈ മൊയന്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കിഡ്നിയും കൊടുത്ത് പിന്നെയും മൂഞ്ചി തെറ്റി. അങ്ങനെ മൂഞ്ചി തെറ്റിയിരിക്കുമ്പോഴാണ് തന്റെ സ്വന്തം നാടായ കള്ളിയങ്കാട്ടേക്ക് ഇന്ന് കുട്ടീനെ കൂട്ടി പോവാന്ന് വിചാരിച്ചത്. അങ്ങനെ കല്യാങ്കാട് എത്തിയപ്പോഴാണ് അത് സംഭവിച്ചത്. ഏതോ ഒരു വേട്ടാവളിയെ മമത മോഹൻദാസിന്റെ തലക്കിട്ടൊന്ന് കൊടുത്ത് കുട്ടീനെ കൊണ്ട് ഓടിപ്പോയി. ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. അപ്പൊ നമ്മളെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കും, കള്ളിയങ്കാട്ട് നീലിനെ പോയി കണ്ടാലേ കുട്ടീനെ എവിടെയാന്ന് കാണിച്ചിരുന്നു. കേട്ടപ്പതി കേൾക്കാത്ത പാതിമളെ മമത മോഹൻദാസ് പോയി കള്ളിയങ്കാട്ട് നീലിനോട് പറയും, എന്റെ കുട്ടീനെത്താന്ന്. ഇൻ ദ മീൻ ടൈം നമ്മളുടെ ക്യാമറമാൻ അവരാധ മോൻ ഉണ്ടല്ലോ, ഈ അവരാധ മോന്റെ അടുത്തേക്ക് നമ്മളെ നീലി വന്നിട്ട് അവന്റെ കഴുത്തിൽ പിടിച്ചിട്ട് അക്കൂറത്തിലിട്ടൊറ്റ മുക്ക. സംഗതി അവൻ ഉറക്കത്തിൽ കണ്ടതാണെങ്കിലും അവന് പെട്ടെന്ന് നോക്കുമ്പോണ്ടാവും അവന്റെ ക്യാമറയുടെ അകത്തുനിന്ന് ഒരു ഫോട്ടോ പെട്ടെന്ന് തന്നെ വരുന്നു. ആരാടാ ഫോട്ടോ എടുത്തത്? ഫോട്ടോ നോക്കുമ്പോ കാണാതെ പോയ കുട്ടീന്റെ ഫോട്ടോ. അപ്പൊ അവന് മനസ്സിലാവും നീലി അവന്റെ പിന്നാലുണ്ട്, എനിക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ലാന്ന്. ഇനി ഒരേ ഒരാൾക്ക് മാത്രമേ നമ്മുടെ ക്യാമറമാൻ അവരാധമോനെ രക്ഷിക്കാൻ പറ്റൂ. ആ ആളാണ് നമ്മുടെ പ്രേതപിടിയൻ. പ്രേതപിടിയനായ അനൂപേട്ടൻ. ശാസ്ത്രീയമായി എങ്ങനെ പ്രേതങ്ങളെ കണ്ടെത്താൻ പിടിക്കാം എന്ന ഗവേഷണത്തിൽ മുഴുകിയിരിക്കുന്ന ആളാണ് നമ്മുടെ പ്രേതപിടിയനായ അനൂപേട്ടൻ. നമ്മുടെ മേപ്പാടൻ കടമ്പറ്റത്തച്ഛൻ പോലുള്ള പ്രേതപിടിയന്മാരൊക്കെ ഔട്ട്ഡേറ്റഡ് ആയതിനു ശേഷം ഇപ്പൊ നമ്മുടെ ഹോളിവുഡ് സ്റ്റൈലിലുള്ള പ്രേതപിടിയന്മാരാണ് കൂടുതലും കാണുന്നത്. അതായത് കുറെ മെഷീനും കാര്യങ്ങളും വെച്ചിട്ട് പ്രേതത്തെ എങ്ങനെ പിടിക്കാമെന്ന് കണ്ടുപിടിക്കുന്നവർ. അപ്പൊ നമ്മുടെ കോഞ്ചറിങ് സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഇത്തരം പ്രേതപിടിയന്മാരെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. അപ്പൊ അത്തരത്തിലൊരു പ്രേതപിടിയനായിട്ടാണ് അനൂപേട്ടനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുക. അപ്പൊ ഇദ്ദേഹം ആദ്യമായിട്ടൊരു ലേഡീസ് ഹോസ്റ്റലിൽ ബാധ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. ലേഡീസ് ഹോസ്റ്റലിൽ എത്തി ഒരു ജാതി അവരാത്ത ചളികളൊക്കെ നടത്തിയതിനു ശേഷം അനൂപേട്ടൻ അവിടെ ജനാലയിൽ അയച്ചിട്ട് ഒരു ബ്രേസിൽ എടുത്തു പോകും. എന്തിനാണ് നിന്റെ ചട്ട എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ശേഷം അങ്ങേര് എന്തിനു നിറച്ച കുറെ പ്ലസ് ടുക്കാരെ കെമിക്കൽ ലാബിലുള്ള കുറെ ഗാൽവനോമീറ്റർ, പൊട്ടൻഷ്യോമീറ്റർ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പറയും പിള്ളേരോട്, ഈ സാധനങ്ങൾ വെച്ചാണ് ഞാൻ പ്രേതത്തെ പിടിക്കാൻ പോകുന്നത്. പിന്നെ ആദ്യത്തെ പ്രേതത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ 12:30-ക്ക് ശേഷമേ പ്രേതം വരും, വല്ലാത്തൊരു പ്രേതം തന്നെ. അങ്ങനെയാണ് അനൂപേട്ടന് മനസ്സിലാവുക അവിടെയുള്ള ലേഡീസ് ഹോസ്റ്റലിൽ ഒരു കുട്ടിന്റെ മേലാണ് പ്രേതം ഉള്ളതെന്ന്. അങ്ങനെ അത് പിള്ളേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അണ്ണൻ അവിടെ നിന്ന് കൂളായിട്ട് ഇറങ്ങിപ്പോരും. രണ്ടാമത്തെ പ്രശ്നം എന്താ പറഞ്ഞാൽ അണ്ണന്റെ കൂടെ എപ്പോഴും നടക്കുന്ന വേറൊരു പ്രേതമുണ്ട്, ഗോപാലേട്ടൻ. ഗോപാലേട്ടനോട് എപ്പോഴും രമണി ചേച്ചിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞാലും പ്രേത അനൂപേട്ടന്റെ കൂടെയാണ്. ഇനി ഇവര് തമ്മിൽ ലവാണോ? അപ്പോഴാണ് നമ്മുടെ അനൂപേട്ടന് മനസ്സിലാവുക കുട്ടീനെ തപ്പി കണ്ടുപിടിക്കാൻ വേറൊരാൾ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മുടെ കള്ളിയങ്കാട്ട് നീലി. അങ്ങനെ അനൂപേട്ടൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അനൂപേട്ടൻ കുട്ടിയെ തപ്പാൻ വേണ്ടി ഇറങ്ങും. ഇതിന്റെ ഇടയ്ക്ക് അനൂപേട്ടന്റെ പ്രേതത്തെ പിടിക്കാനുള്ള മെഷീൻ നമ്മുടെ കള്ളന്മാരുണ്ടല്ലോ, വവ്വാൽത്തലേനും ചെപ്പറമോന്തനും, അവർ രണ്ടാളും കൂടി അടിച്ചോണ്ടു. അപ്പൊ ഈ മെഷീൻ ടോർച്ചാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ വവ്വാൽത്തലേനും ചെപ്പറമോന്തനും കൂടി അടുത്തുള്ളൊരു വീട്ടിൽ കക്കാൻ കയറും. ആ വീടാണെങ്കിലോ പ്രേതങ്ങളുടെ കൊട്ടാരമായിരുന്നു. എന്ത് ചീഞ്ഞ കോമഡിയാണ്.
എന്തുണ്ടായി അകത്തോട്ട് കയറി നോക്കണ പുല്ലേ. മാത്രമല്ല വേറെ ഡസൻ കണക്കിന് പലജാതി പ്രേതങ്ങൾ അവിടെ കിടന്ന് വലസുന്നുണ്ട്. അങ്ങനെ പ്രേതപ്പിടീനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ നമ്മളെ അനൂപേട്ടന്റെ കയ്യിൽ ചെന്ന് പെടും. അങ്ങനെ അനൂപേട്ടൻ അവന്റെ കയ്യിലുള്ള ഫുട്ടേജ് നോക്കുമ്പോൾ മനസ്സിലാവും നീലി പിന്നെ ഇറങ്ങി കളിക്കുന്നുണ്ട് എന്ന്. പിന്നെ നീലിക്ക് ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് അനൂപേട്ടൻ നീലിന്റെ പണ്ടത്തെ കഥ പറയാൻ തുടങ്ങും. അയ്യോ, ഞാൻ നീലിയല്ല, നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ. കാലത്തിനും സങ്കല്പത്തിനും അപ്പുറത്താണ് നീലിയുടെ ജനനം. ഈ കാര്യങ്ങളൊക്കെ മമതാ മോഹൻദാസിനോട് പറയാം. മമതാ മോഹൻദാസിന്റെ വീട്ടിലെ ടീം ചെന്നപ്പോ വേറൊരു ടിസ്റ്റ് ഇതാ. നമ്മളെ അനൂപേട്ടന്റെ ഈ സുനാപ്പീസ് ഒക്കെ വേറെ ആരോ വന്നിട്ട് തല്ലി പൊട്ടിക്കും. ആരാണത്? ഇതിന്റെ ഇടയ്ക്ക് കുട്ടീനെ തട്ടിക്കൊണ്ടുപോയ ആളെ നമ്മളെ ക്യാമറമാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടി അയാളെ സ്കെച്ച് വരയ്ക്കാൻ നോക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നമ്മളെ നീലി ചേച്ചി പിന്നെയും വരും. ആർട്ടിസ്റ്റിനെയൊക്കെ പിടിച്ചൊരൊറ്റ എറിഞ്ഞിട്ട് നമ്മളെ നീലി ചേച്ചി എന്ത് ചെയ്യും? ചിത്രമായിട്ട് വരച്ചു കൊടുക്കും. ഇത്രയ്ക്ക് ചീപ്പായിരുന്നു ആർട്ടിസ്റ്റ് നീലി. അന്നേരമാണ് ഇവർക്കൊക്കെ മനസ്സിലാവുക കുട്ടീനെ തട്ടിക്കൊണ്ടുപോയത് മമതാ മോഹൻദാസിന്റെ ഹസ്ബൻഡിന്റെ ചേട്ടനാണെന്ന്. പിന്നെയും ടിസ്റ്റ്. സോറി, ആ ഫ്ലാഷ് ബാക്ക് കൂടി ഉണ്ടായിരുന്നു. കിഡ്നി മാറ്റി വെച്ചതിന് ശേഷം മമതാ മോഹൻദാസിന്റെ കെട്ടും തട്ടിപ്പോയായിരുന്നു. അപ്പൊ ഈ തട്ടിപ്പോയ ആളുടെ ആത്മാവാണ് ചേട്ടനോട് പറയുന്നത് മമതാ മോഹൻദാസിന്റെ കുട്ടീനെ, അതായത് സ്വന്തം കുട്ടീനെ തട്ടിക്കൊണ്ടുവരണം. ഓ, ആത്മാവിന്റെ ക്രൂര മനസ്സേ. അങ്ങനെ മൊത്തം സീനായിരിക്കുമ്പോൾ മമതാ മോഹൻദാസിന് മനസ്സിലും പ്രേതപ്പിടീനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല എന്ന്. അപ്പൊ അവര് വേറൊരു ചേച്ചിന്റെ അടുത്ത് ഹെൽപ്പിന് പോകും. ഇതാരട്ട വെള്ളാട്ട പൊക്കറോ. അപ്പൊ ചേച്ചി പറയും സീന് ഡാർക്കാണ്, ഇതിന്റെ പ്രേതം മഹാ സീനാണ്, ഓനെ കൊന്നാലേ കണക്കിന് ജീവിക്കാൻ പറ്റൂന്ന്. അപ്പൊ പ്രേതത്തിനെ വീണ്ടും കൊല്ലണം. എന്തൊരു ടാസ്ക്. പിന്നെ നീലി ചേച്ചി വരും, ക്യാമറ ഓണാക്കും, ഫോട്ടോ എടുക്കും. ഇത്തവണ ഫോട്ടോയിലുള്ളത് ഒരു കാടിന്റെ ചിത്രമാണ്. അപ്പൊ കാട്ടിൽ എവിടെയോ കുട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അനൂപേട്ടനും ടീമും കൂടി ആ കാട്ടിലേക്ക് പോകും. അനൂപേട്ടനും ടീമും കാട്ടിലേക്ക് പോകുന്ന വഴി അവിടെ എന്തൊക്കെയോ സീനാക്കും. നമ്മളെ അലക്സ്, അതായത് മമതാ മോഹൻദാസിന്റെ ഹസ്ബൻഡിന്റെ പ്രേതം ഒന്ന് ഫുൾ സീനാക്കും. ഈ സമയത്തോ നമ്മളെ വെള്ളാട്ടപ്പൊക്കർ, സോറി നമ്മളെ ആ ചേച്ചി അലക്സിന്റെ പ്രേതത്തിനെ കൊല്ലാൻ വേണ്ടി വീണ്ടും കൊന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ സൈഡിലുള്ള കൊലപാതകവും ആ സൈഡിലുള്ള കണ്ടുപിടുത്തവും എല്ലാം കൂടി കഴിയുമ്പോൾ കുട്ടീനെ കാട്ടിനുള്ളത് ഒരു പൈപ്പിന്റെ അകത്ത് നിന്ന് കൊണ്ടിടും. എന്നാലും ഈ പൈപ്പിന്റെ അകത്ത് എന്തിനാ കുട്ടീനെ കൊണ്ടിട്ട് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ശാന്തമായി തിരിച്ചു പോകുമ്പോൾ നമ്മളെ മമതാ മോഹൻദാസ് തൊട്ടപ്പുറത്തെ സൈഡിൽ നീലി ചേച്ചിനെ കാണും. അപ്പൊ ഞാൻ വിചാരിച്ചത് നമ്മളെ കോയിമിൽഗേരെ ജാതു ആണെന്നാണ്. പിന്നെ മനസ്സിലായത് നീലി ചേച്ചിയാണെന്ന്. അങ്ങനെ കാര്യങ്ങളൊക്കെ ശുഭായി നിൽക്കുമ്പോഴാണ് അടുത്ത ടിസ്റ്റ്. നമ്മളെ അലക്സ്, അതായത് മമതാ മോഹൻദാസിന്റെ ഭർത്താവിനെ കൊന്നതാരാ? മമത ചേച്ചി തന്നെ. ഈ സത്യം ഇപ്പൊ നമ്മളെ അനൂപേട്ടന് മാത്രമേ അറിയൂ. ഇങ്ങനെ ലോട്ട് ഓഫ് ടിസ്റ്റോട് കൂട്ടി വമ്പൻ കുളമായ ഒരു ചവറും പട്ടമായിരുന്നു നീലി.